ഫ്രം എ മാംഗോ ട്രീ ടു എ കോക്കനട്ട് ട്രീ. ഒരു കാലത്ത് എനിക്ക് ഒരു മാംഗോ ട്രീ മൈൻഡ് സെറ്റായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ അത് അഫക്റ്റ് ചെയ്യുമായിരുന്നു. നല്ലത് പറഞ്ഞാൽ സന്തോഷിക്കും, നല്ലതല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. എൻ്റെ ഇമോഷൻസ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. ഇതിനെയാണ് സൈക്കോളജിയിൽ എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. മാവ് നിറയെ മാങ്ങയുണ്ട്, ആ മാങ്ങ നമുക്ക് തരും, കല്ലെറിഞ്ഞാൽ അതിൽ നിന്ന് മാങ്ങ ചാടും. അതുപോലെ തന്നെ ഒരു മഴ വന്നാൽ അല്ലെങ്കിൽ ഒരു കാറ്റ് വന്നാൽ അത് കുനിയും. അപ്പം അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടുതലായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ വാലിഡേഷനിലാണ് പോകുന്നത്. എന്നാൽ നമ്മൾ തെങ്ങിനെ നോക്കൂ, അത് കല്ലെറിഞ്ഞാൽ ആരും തേങ്ങ തരാറില്ല, കാറ്റ് വരുമ്പോൾ കുനിയാറില്ല. അതുപോലെ അതിൻ്റെ വാല്യൂ അതിനറിയാം. അതാണ് ഇൻറ്റേർണൽ വാലിഡേഷൻ. നമ്മളും അതുപോലെ ആയിരിക്കണം. നമ്മുടെ വില നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇൻറ്റേർണൽ വാലിഡേഷൻ ഉള്ള ആൾക്കാരായിട്ട് മാറണം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, അതിന് കിട്ടിയ റെസ്പോൺസ്, അതാണ് എന്നെ മാറ്റിമറിച്ചത്. എക്സ്റ്റേണൽ വാലിഡേഷനിൽ നിന്ന് ഇൻറ്റേർണൽ വാലിഡേഷനിലേക്കുള്ള യാത്ര. മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ആദ്യമായി ഞാൻ എൻ്റെ സെൽഫ് വർത്ത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഇമോഷൻസിനെ ഞാൻ തന്നെ മാനേജ് ചെയ്തു. പിന്നെ എൻ്റെ ബൗണ്ടറീസ് ഞാൻ തന്നെ നിശ്ചയിച്ചു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനൊരു ഇൻറ്റേർണൽ വാലിഡേഷനിലേക്ക് എത്തിയത്. അബ്രഹാം മാസ്ലോ പറഞ്ഞ പോലെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കുള്ള യാത്ര. ആ യാത്ര അത്ര ഈസിയൊന്നും ആയിരുന്നില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടന്നത്. ആ സ്റ്റെപ്സിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.